ഹായ്! ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്ര രാവിലെ പോകുന്നത്. അല്ലെങ്കിൽ രാത്രിയാണ് കേട്ടോ പോക്ക്. ഇത്ര നേരത്തെ ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി വിചാരിക്കുന്നുണ്ടാവും ഇവരിത് എങ്ങോട്ടാ ഇപ്പം തന്നെയെന്ന്. എന്തായാലും ടിക്കറ്റിൻ്റെ പാതി കീറി ഞങ്ങളുടെ കയ്യിൽ തന്ന് ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു മനുഷ്യനെ കാണുന്നില്ല ഉള്ളിലൊന്നും. എന്തായാലും രണ്ട് കാര്യത്തിൽ ആശ്വാസമുണ്ട്. ഒന്ന് തിക്കും തിരക്കും ഇല്ലാതെ നടക്കാം. പിന്നെ ഒന്ന് പൊടീൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. രാത്രിയൊക്കെ ആയാൽ ഫുള്ള് ആളും ബഹളവും പാട്ടും പൊടിയും അങ്ങനെ ആയിരിക്കും. എന്നാലും നല്ല രസമാണ് കേട്ടോ രാത്രിയിലുള്ള ആ വൈബ്. ഫുള്ള് ലൈറ്റും പാട്ടും അതുപോലെ തന്നെ മറ്റേ ഈ കുട്ടികളെ പ്ലേ ഏരിയയിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ ആകെ ഒരു നിശ്ചലാവസ്ഥയാണ് കേട്ടോ. ആരുമില്ല, ഒരൊച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ സമാധാനത്തിൽ എല്ലാം നടന്ന് കണ്ട്. ഫ്ലവേഴ്സൊക്കെ കുറവാണെങ്കിലും അത് അറേഞ്ച് ചെയ്ത രീതി നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഒരുപാട് ഫ്ലവേഴ്സ് വെറൈറ്റി കണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതൊന്നും കണ്ടിട്ടില്ല. ഉള്ളത് നല്ല രീതിക്ക് തന്നെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഒരു തോണീൻ്റെ ഷേപ്പിൽ കണ്ടില്ലേ, അടിപൊളി കളർ കോമ്പിനേഷനോട് കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ചെറിയ സീനികയൊക്കെ ഇവിടെ വന്ന് നോക്കിയാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അത് അറേഞ്ച് ചെയ്തത് അതുപോലെ തന്നെ അതിൻ്റെ പല കളറോട് കൂടിയ ചെടികൾ കാണുമ്പോൾ, ഒന്നിച്ച് വെച്ചത് കാണുമ്പോൾ നല്ലൊരു രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ കുറേ നടന്ന് ഉള്ളിൽ ചെറിയ ചെറിയ ഐസ്ക്രീമിൻ്റെയൊക്കെ ഷോപ്പ് ഉണ്ട് കേട്ടോ. പക്ഷേ ആരുമില്ല, രാവിലെ തന്നെ ആയതുകൊണ്ട് വാവയ്ക്കും ആ സമയത്ത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ഉള്ളിൽ കയറി ഐസ്ക്രീമിന് വാശി പിടിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഉണ്ടാവും ഐസ്ക്രീം, അവിടെ നിന്ന് വാങ്ങാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇതാ പകുതി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു അടിപൊളി ഡിസൈനാണ് കേട്ടോ. ഒരു കോപ്പയിൽ നിന്ന് ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അവർ ഡിസൈൻ ചെയ്ത രീതിയൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഫ്ലവേഴ്സ് കുറവാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഉള്ള അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ നമ്മുടെ ജമന്തി ഇല്ലേ, അത് പല കളറിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല ഫ്രെയിമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഊഞ്ഞാൽ അതുപോലെ തന്നെ വേറെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഫോട്ടോ ഫ്രെയിമിന് പറ്റിയ. അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ വാവിൻ്റെയൊക്കെ എടുത്തു കൊടുത്ത്. അത് കഴിഞ്ഞ് നമ്മളിതാ ഡാലിയേൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡാലിയ എന്നല്ലേ പറയാം, ഡാലിയ. നമ്മളിവിടെ പണ്ട് ചെറുതിലൊക്കെ ഡെയിലി എന്നൊക്കെ ഇരുന്ന് പറയാം കേട്ടോ. ഇതാ ഈ ഫ്ലവർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കഴിഞ്ഞ തവണ വന്നപ്പോൾ നിറയെ ഉണ്ടായിരുന്നു പല കളറിൽ. എന്നാലും ഇതിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ, പല കളറായിട്ട് കാണുമ്പോഴൊക്കെ. അങ്ങനെ ഇതാ നമ്മുടെ രാത്രിയിലൊക്കെ ഒരു വെള്ള കളറിൽ ലൈറ്റ് പോലെ തോന്നുന്ന ഒരു സൈസ് ചെടിയൊക്കെ ഇല്ലേ, ഇതാ അതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം എല്ലാം ഒന്ന് കവർ ചെയ്ത് ഇനിയിപ്പോൾ ആ ഫ്ലവറിൻ്റെ സൈഡൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അവിടെയുള്ള സ്റ്റാളുണ്ട് കേട്ടോ. കുറേ കടകൾ ഇങ്ങനെ ചെറിയ ചെറിയ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നിടത്ത് തന്നെ ഇതിൻ്റെ ചെടീൻ്റെയും അതുപോലെ പച്ചക്കറീൻ്റെയൊക്കെ വിത്തുകളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അതൊക്കെ നോക്കി വാങ്ങുന്നുണ്ട്. പിന്നെ ഇതാ ഫ്രഷ് ഫ്ലവേഴ്സില്ലേ, നമുക്ക് ഷോക്കേസായിട്ടും ഫ്ലവർ വേസിലൊക്കെ വെക്കാൻ പറ്റിയ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. ആ സമയത്ത് ഇതാ വാവി പോയിട്ട് അപ്പുറത്തുള്ള ബുക്ക് സ്റ്റോളിൽ എന്തൊക്കെയോ മറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. വാങ്ങിക്കൊടുക്കാനൊന്നും അങ്ങനെ പറയുന്നില്ല. കാരണം വാങ്ങിയ ബുക്ക് തന്നെ ഇവിടെ വായിക്കാണ്ട് കിടക്കുന്നുണ്ട്. ഒന്നാമത് സമയമില്ല അവർക്ക്. അതായത് രാവിലെ മദ്രസ, അത് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ ഹോംവർക്ക് ചെയ്യുമ്പോഴേക്ക് തന്നെ രാത്രി ലേറ്റ് ആവും. പിന്നെ ബുക്ക് വായിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് നടന്ന് ഷോപ്പുകളൊക്കെ കുറവാണ് കേട്ടോ. അതായത് ഇനിയിപ്പോൾ നമ്മൾ രാവിലെ വന്നത് കൊണ്ട് ആണോ എന്നറിയില്ല. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കെല്ലാം ഓപ്പൺ ആവുമോ അറിയില്ല. പിന്നെ 5-6 കടയേ ഉള്ളിലുള്ളൂ കേട്ടോ നമ്മൾ വന്ന ആ ടൈമിന്. എന്തായാലും അവിടെ നിന്നൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോലും നടന്നിട്ടില്ല. കാരണം എല്ലാവരും ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ, ഷോപ്പൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. പിന്നെ വാവിക്ക് ഇതാ നമ്മുടെ പണ്ടത്തെ ബോംബെ മുട്ടായോ പഞ്ഞി മുട്ടായി എന്നൊക്കെ പറയില്ലേ, അത് വേണമെന്ന് പറഞ്ഞപ്പം അതൊരു കൂട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. വായിലിട്ടാൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്നൊരു സൈസ്. അങ്ങനെ അതും വാങ്ങി. ഇതാ പാനിപൂരി ഇവരൊക്കെ ഓപ്പണാക്കി റെഡിയായി വരുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഫ്ലവർ ഷോക്ക് പോയാൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കോളിഫ്ലവർ ഇല്ല നമ്മുടെ, അത് കഴിക്കാനാണ് കേട്ടോ മെയിനായിട്ട് പോകുന്നത്. പക്ഷേ ഇന്ന് നിരാശയായിരുന്നു ഫലം. കാരണം നമ്മൾ ലാസ്റ്റ് നടന്ന് അവിടെ എത്തിട്ടോ, കോളിഫ്ലവർ കണ്ട്. പക്ഷെ അവരത് 1 മണിക്കൂറും കൂടി ആവണം പോലും സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് ഫുള്ളായിട്ട് ഫ്രൈ ആക്കി ചെയ്തിട്ട് വരണമെങ്കിൽ 1 മണിക്കൂറാവുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് നിരാശയോടെ മടങ്ങി വാവിൻ്റെ പഞ്ഞിമുട്ടായും കഴിച്ച് അങ്ങനെ അവിടുന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നെസ്റ്റോയിൽ എൻ്റെ ഫ്രണ്ടിന് നെസ്റ്റോയിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറി. എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും ഇല്ല, എന്നാലും
ഫിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാമെന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫിഷിൻ്റെ സൈഡിൽ പോയപ്പം എല്ലാ ഫിഷും ഉണ്ട്. പക്ഷേ ചെമ്മീനൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ കക്ക ഇറച്ചിയില്ലേ അതുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് രണ്ടാൾക്കും വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് വാങ്ങി. ഇത് ഞാൻ പണ്ട് ചെറുതിലൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചൊരു ഓർമ്മയേ ഉള്ളൂ കേട്ടോ. അതായത് ആങ്ങളെയൊക്കെ പുഴയിൽ നിന്നൊക്കെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. ഇപ്പം കുറേ കാലമായിട്ട് അത് വാങ്ങലും ഇല്ല, കഴിച്ചിട്ടും ഇല്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് അവർ തോടൊക്കെ കളഞ്ഞിട്ടുള്ള ഇറച്ചിയാണ് കേട്ടോ. അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം അത് പോകാൻ നേരത്ത് എടുക്കാമെന്നും പറഞ്ഞ് അവിടെ വെച്ച് ഞങ്ങളിപ്പം വേറെ കുറച്ച് ഐറ്റംസും കൂടെ ഒക്കെ നോക്കാനുണ്ടായിട്ട് അങ്ങോട്ടേക്ക് പോയി. ചിക്കനും മട്ടനും ബീഫും എല്ലാം ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫ്രോസണും അല്ലാത്തതും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തേക്ക് തന്നെ സ്നാക്സ് ഐറ്റംസ്, ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ, പപ്സ്, പിന്നെ ഫ്രൈഡ് റൈസ് ഐറ്റംസ് മുതൽ എല്ലാം ഉണ്ട് കേട്ടോ. കഴിക്കാൻ ആവശ്യമായ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളങ്ങനെ അവിടുന്ന് ഓരോ പാക്കറ്റ് കുബൂസൊക്കെ വാങ്ങി കേട്ടോ. നല്ല ചൂടോട് കൂടിയ കുബൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പാക്കറ്റിൽ 10 എണ്ണം വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റും ചൂടും ഉണ്ട് കേട്ടോ. അങ്ങനെ അത് ഓരോ പാക്കറ്റ് വാങ്ങി. പിന്നെ കേക്ക് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാ സൈസ് കേക്കും ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ കേക്ക് ഐറ്റംസ് കാണുന്നതേ ഇഷ്ടമില്ല കേട്ടോ. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നതുകൊണ്ട് അതിനോടൊരു കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ എന്തോ ഫസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കുമ്പോഴൊക്കെ കഴിച്ച് പിന്നെ അതിനോടൊരു വെറുപ്പ് വന്നുപോയി. അങ്ങനെ അവൾ ബ്രൗണി വേണമെന്ന് പറഞ്ഞിട്ട് ബ്രൗണിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഉപ്പിലിട്ട ഐറ്റംസ്, സാലഡ്, അച്ചാറുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിതാ വാവിക്ക് മാങ്ങ ഉണ്ടോ, മാങ്ങ ലൈറ്റ് മധുരമുള്ളൊരു മാങ്ങ ഉണ്ട്. അത് മസാല പോലെ മുളകും ഉപ്പും എന്തൊക്കെയോ ഇട്ടിട്ട് ക്യാപ്സിക്കം വരെ ഉണ്ട് കേട്ടോ അതിൽ. അതൊരു ബോക്സ് വാങ്ങിയിട്ടാ. 100 ഗ്രാമിന് 30 രൂപയായിട്ടാണ്. അങ്ങനെ അതൊക്കെ താഴെ വെച്ച് ഞങ്ങളിതാ മേലത്തെ ഫ്ലോറിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ 1-2 ഐറ്റംസും കൂടെ നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും 1 മണിയായിന്. അപ്പോൾ ചായയൊന്നും കുടിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നൂഡിൽസ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നൂഡിൽസ് കഴിക്കാൻ കയറി. ഷെസ്വാൻ നൂഡിൽസാണ് കഴിച്ചത് കേട്ടോ. നല്ല സ്പൈസി ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും മറക്കരുത്. ബൈ.